ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കണം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഗരം മസാലയും ഒരു മുട്ടയും കുറച്ച് കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ വറുക്കാനായിട്ട് വെക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഏകദേശം ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ചിക്കനും പുരട്ടി വെച്ചിരിക്കുന്ന എല്ലാം ഇതൊന്നും പോലെ ഒന്ന് മൊരിയിച്ച് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ സ്ക്വയറിൽ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവാളയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തേക്കണേയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിൽ കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ സോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്താണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മൂടി വെച്ച് വേവിക്കണം. അപ്പം ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. എളുപ്പത്തിൽ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒപ്പവും നല്ലതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫോളോ കൂടി ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നീട്